എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് 45 ഡിഗ്രി 90 ഡിഗ്രി ആയ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? 1:1:√2. അതേപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? റേഷ്യോ എന്തായിരിക്കും? 1:√3:2. അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് പുതിയ കോണളവുകളെ പറ്റി പഠിക്കാം. ഞാൻ 2 ത്രികോണം ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. 100, 30, 50. $100, 30, 50. 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിളിന് എന്താ പ്രത്യേകത? സിമിലർ ട്രയാങ്കിൾ ആണ്. 3 കോണുകളും തുല്യമാണ്, 3 ആംഗിൾസും തുല്യമാണ്. സിമിലർ ട്രയാങ്കിൾ ആണല്ലോ, സദൃശ്യ ത്രികോണമാണ്. ഓക്കെ, ഇത് എ എന്ന് കൊടുത്തു, ബി, ഇത് സി, അതേപോലെ ഇത് പി ക്യു ആർ എന്ന് കൊടുത്തു, PQR എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ വശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിൻ്റെ വശവും ഇതിൻ്റെ കോണുകൾ തുല്യമാണ്. ഇതിൻ്റെ വശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കത് നോക്കാം. 2 സദൃശ്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ വശത്തിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കുമല്ലോ. വശത്തിൻ്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം: A by the 100 ഓപ്പോസിറ്റ് A by 100 ഓപ്പോസിറ്റ് P. A by P equal to B by Q equal to C by R എന്ന് എഴുതാമല്ലോ. A by P equal to B by Q equal to C by R equal to K എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ A by P equal to K എന്ന് എഴുതാം, B by Q equal to K എന്ന് എഴുതാം, അതേപോലെ C by R equal to K എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് A equal to PK, B equal to QK, C equal to RK എന്ന് എഴുതാം. C equal to RK എന്ന് എഴുതാം. ക്ലിയർ ആണോ? അങ്ങനെയാണ് A is to B is to C equal to എന്താ? A is to B is to C equal to PK is to QK is to RK എന്ന് എഴുതാമല്ലോ. A is to B is to C equal to PK. ഈ K കോമൺ ആണ്. K കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A is to B is to C equal to P is to Q is to R എന്ന് എഴുതാം. അതായത് വശങ്ങളുടെ റേഷ്യോ എന്താണ്? രണ്ടിൻ്റെയും സെയിം ആണല്ലോ. വശങ്ങളുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോണളവുകളൊക്കെ തുല്യമാണെങ്കിൽ, ഏത് ത്രികോണം എടുത്തു കഴിഞ്ഞാലും കോണളവുകൾ തുല്യമാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് എപ്പോഴും സെയിം ആയിരിക്കും. സൈഡ്സ് സെയിം ആകണമെന്നില്ല, പക്ഷെ റേഷ്യോ സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 45 ഡിഗ്രി 90 ഡിഗ്രി. ഇത് 2 ആണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ അറിയാം. ഇത് 2 ആണ്, ഇത് 2√2 ആണ്. ഓക്കെ, 45 ഡിഗ്രി 90 ഡിഗ്രി. ഇത് 4 ആണെങ്കിൽ ബാക്കി 4 ആണ്, 4√2 ആണ്. 2ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4, 2ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4, 2√2ന്റെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 4√2. ഇത് റേഷ്യോ എന്താണ്? ഇതിൻ്റെ റേഷ്യോ തുല്യമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്ത കാര്യമാണ്. പക്ഷെ എല്ലാ ത്രികോണവും 45 ഡിഗ്രി 90, അതേപോലെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആ രീതിയിലായിരിക്കുമോ? എല്ലാ ത്രികോണം അങ്ങനെ ആയിരിക്കുമോ? പക്ഷെ എല്ലാ ത്രികോണത്തിനും ഒരു റേഷ്യോ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ആ റേഷ്യോ ഒക്കെ പണ്ട് കാലം മുതലേ
ഇത് കണ്ടുവച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട് അത് കാണുവാൻ, ഒരുപാട് വാല്യൂസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ കോസ് ടാൻ എന്നൊക്കെ കാണും. സൈൻ എന്നിട്ട് സൈൻ 1 ഡിഗ്രി 2 ഡിഗ്രി 4 ഡിഗ്രി ഒരു 90 വരെ നിങ്ങൾ അവിടെ കാണും. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനൊരു ത്രികോണം ഇവിടെ വരച്ചിട്ടുണ്ട്. 40 ഡിഗ്രി 90 ഡിഗ്രി ഇതിന്റെ സൈഡ്സ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഇതെന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. ഇത് ഹൈപ്പോട്ടനസ്. ഇത് 40ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ്. ഇതെന്താണ്? ഇതിന് അടുത്തുള്ളതാണ് 40 ഡിഗ്രി. അതിന് പറയാൻ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ആണ്. ഓക്കെ, നമുക്ക് ഹൈപ്പോട്ടനസ് എക്സ് ആണ്, ഓപ്പോസിറ്റ് 0.6428 എക്സ് ആണ്, അഡ്ജസെന്റ് 0.7660 എക്സ് ആണ്. ഞാൻ അടുത്തൊരു ഡയഗ്രാം വരയ്ക്കാം. ഇത് 40 ഡിഗ്രി തന്നെ. ഇത് 5 ആണെങ്കിൽ ബാക്കിയുള്ള സൈഡ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഇവിടെ ഒരു റേഷ്യോ ഇവിടെ ഉണ്ട്. ഇത് 0. അങ്ങനെയാണ് ഇത് എന്തായിരിക്കും? 0. ഇത് എക്സ് ആണ്. 0.6428 ഇൻറ്റു 5 ആയിരിക്കും. ഇതെന്തായിരിക്കും? 0.7660 ഇൻറ്റു 5 ആയിരിക്കും. ബാക്കിയുള്ള സൈഡ് നമുക്ക് കിട്ടിയല്ലോ. പക്ഷെ നമ്മൾ ഇത് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പുതിയ കാര്യം പറയുന്നത്, സൈൻ ഓഫ് 40 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 0.6428 എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ ഈ എക്സും എക്സും കട്ട് ചെയ്ത് 0.6428 എന്ന് കിട്ടി. സൈൻ ഓഫ് 40 ഡിഗ്രീനെ ഞാൻ SIN എഴുതി. സൈൻ 40 ഡിഗ്രി എന്ന് എഴുതി. അപ്പൊ സൈൻ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എടുത്ത്. ക്ലിയർ ആയല്ലോ? ഈ സൈൻ 40 ഡിഗ്രിക്ക് പറയുന്നവര് 0.6428 ആണ്. ഇതൊരു റേഷ്യോ ആണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ട്. നിങ്ങൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ഉണ്ടാവും. സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു 0. ഇനി കൊസൈൻ ഓഫ് 40 ഡിഗ്രി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് 0.7660 എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ്? എക്സ് ആണ്. എക്സും എക്സും കട്ട് ചെയ്ത് അപ്പൊ നമുക്ക് 0.7660 കിട്ടി. അതായത് കോസ് 40 ഡിഗ്രി. കൊസൈൻ ഓഫ് 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് ചുരുക്കിയിട്ട് നമ്മൾ കോസ് 40 ഡിഗ്രി എന്ന് എഴുതി. ഓക്കെ, നമുക്കെന്നാൽ സൈൻ എന്താണ്, കോസ് എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ ഇതൊക്കെ മയക്കുന്നു. ഞാനൊരു മട്ട ത്രികോണം കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ABC. ഈ ആംഗിൾ എക്സ് എന്ന് എടുക്കുന്നു. ഈ ആംഗിൾ എക്സ്. ഈ എക്സിന് നേരെതാ ഈ ഓപ്പോസിറ്റ് ആ സൈഡിന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് പറയുക. ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, എക്സിന് അടുത്ത് കിടക്കുന്ന സൈഡ്, അടുത്തുള്ള സൈഡ്, എതിർവശം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം. അടുത്തുള്ള സൈഡ് എന്താണ്? അഡ്ജസന്റ്. അഡ്ജസന്റ് ആണ്. അഡ്ജസന്റ് സൈഡാണ്. ഇനി ഇതെന്താണ്? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ്. ഓക്കെ, ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഹൈപ്പോട്ട്. അങ്ങനെയാണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ SINE സൈൻ ആണ്. സൈൻ ഓഫ് എക്സിനെ നമുക്ക് ചുരുക്കിയിട്ട് SIN സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് BC ബൈ AC ആണ്. BC ബൈ AC. ക്ലിയർ ആയോ? ഇനി കൊസൈൻ. അപ്പൊ സൈൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് സൈഡ്. ഓക്കെ, ഇനി കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ cosine of x, cos x equal to adjacent by hypotenuse. Adjacent എന്താണ് ഇവിടെ? adjacent side AB by
AC. ഇത് രണ്ടും പുതിയ കോണളവുകളാണ്, സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള കോണളവും കൂടി ഞാൻ എടുക്കുകയാണ്. സൈൻ എക്സ് നിങ്ങൾ പഠിച്ച്, കോസ് എക്സ് പഠിച്ച്. ഇനി പഠിക്കാനുള്ളത് ടാൻ എക്സ്, ടാൻജന്റ് ഓഫ് എക്സ്. ടാൻ എക്സ് എന്നാണ്. ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ എക്സ്. ഓക്കെ, ഓപ്പോസിറ്റ്. ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? BC ബൈ AB. BC ബൈ AB. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർവശം, അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ സമീപവശം. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് എന്താണ് ഇവിടെ ഉള്ള? സൈൻ എക്സ് BC ബൈ AC ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്താണ്? കോസ് എക്സ് BC ബൈ കോസ് എക്സ്. AB ബൈ AC. AB ബൈ AC. കോമൺ ആയിട്ട് AC കട്ട് ചെയ്ത് അപ്പൊ BC ബൈ AB എന്ന് കിട്ടും. BC ബൈ AB എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് അല്ലേ? BC ഓപ്പോസിറ്റ് ബൈ AB അഡ്ജസന്റ്, ടാൻ എക്സ് ആണല്ലോ. അപ്പൊ നമ്മള് പുതിയൊരു കാര്യം പഠിച്ച് സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ടാൻ എക്സ് ആണ് കിട്ടുക. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം. കോസ് എക്സ് എതിർവശം സമീപവശം ബൈ കർണം. ടാൻ എക്സ് എതിർവശം ബൈ സമീപവശം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എക്സ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ക്ലിയർ ആയല്ലോ? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. അടുത്തതാണ് കൊസീക് എക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, എവിടെയും കേട്ടിട്ടുണ്ടാവില്ല കൊസീക് എക്സ്. കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് സൈൻ ആണ്. കൊസീക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് സൈൻ ആണ് കൊസീക്. 1 ബൈ സൈൻ എക്സ് ആണ് കൊസീക് എക്സ്. അങ്ങനെയാണ് എന്താ കിട്ടുക? അതായത് സൈൻ എക്സിനെ തിരിച്ചിടുക. സൈൻ എക്സിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സൈൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെയാണെങ്കിൽ കൊസീക് എന്താണ്? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ തിരിച്ചിടുക AC ബൈ BC ആണ് കൊസീക് എക്സ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഞാൻ പറയുന്നത് കൊസീക് കഴിഞ്ഞാൽ സീക് എക്സ്. സീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആണ്. സീക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ്. എന്തിനെ തിരിച്ചിടുക? എന്തിനാണ് തിരിച്ചിടേണ്ടത്? കോസ് എക്സിനെ തിരിച്ചിടുക. അതായത് റെസിപ്രോക്കൽ, വിൽക്രമം. അങ്ങനെയാണ് സീക് എക്സിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? സീക് എക്സ് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ്. ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ്. അടുത്തത് കോട്ടെക്സ്. എന്താണ്? കോട്ടെക്സ്. കോട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ ടാൻ എക്സ് ആണ്. കോട്ടെക്സ് ഈക്വൽ ടു 1 ബൈ ടാൻ എക്സ്. അതായത് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് പറയുന്ന പേരാണ് എന്താണ്? കോട്ടെക്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു. സൈൻ എക്സ് പറഞ്ഞു, കോസ് എക്സ് പറഞ്ഞു, ടാൻ എക്സ് പറഞ്ഞു, കൊസീക് എക്സ് പറഞ്ഞു, സീക് എക്സ് പറഞ്ഞു, കോട്ടെക്സ് പറഞ്ഞു. നിങ്ങളുടെ ബുക്കിൽ സൈൻ എക്സ് ഉണ്ട്, കോസ് എക്സ് ഉണ്ട്, ടാൻ എക്സ് ഉണ്ട്. കൊസീക് എക്സും സീക് എക്സ് ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ ടെക്സ്റ്റിന്റെ ബാക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈൻ 1 ഡിഗ്രി, സൈൻ 2 ഡിഗ്രി, സൈൻ 4 ഡിഗ്രി, സൈൻ 10 ഡിഗ്രി, ഇതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ടാകും. സൈനിന്റെ ഈ വാല്യൂസ് ഒക്കെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. സൈന്, കോസ്, ടാൻ ഒക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ഇത്രയും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സൈൻ 45 ഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം പറയണം 1/√2 എന്ന് പറയണം. അതേപോലെ കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 എന്ന് പറയണം. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞു. അപ്പൊ സാറിങ്ങനെ ഇതിങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ആംഗിൾസ് നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 45 ഡിഗ്രി, 45 ഡിഗ്രി,
90 ഡിഗ്രി. അങ്ങനെയാണ് റേഷ്യോ എന്താണ് 1:1:√2. അങ്ങനെയാണ് ഇതിനെ എക്സ് എന്ന് എഴുതാം. ഇതും എക്സ് ആയിരിക്കും, ഇതെന്തായിരിക്കും x√2 ആയിരിക്കും. ക്ലിയർ ഉറപ്പല്ലേ? ഇങ്ങനെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ sin 45 എന്താണ് sin 45 ഡിഗ്രി ഓപ്പോസിറ്റ് ബൈ സൈൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് x/x√2. ഈ എക്സും കട്ടായി ബാക്കി എന്താണുള്ളത് 1/√2. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് cos 45 ഡിഗ്രി എന്ന് പറഞ്ഞു. cos 45 ഡിഗ്രി അഡ്ജസന്റ് x ആണ് ഡിവൈഡഡ് ബൈ x√2. ഈ എക്സും കട്ട് ചെയ്ത് ബാക്കി എന്താണ് കിട്ടിയത് 1/√2 എന്ന് കിട്ടി. ഇനി അടുത്തത് tan 45 ഡിഗ്രി. ഒന്നുകിൽ sin x നെ cos x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് tan x കിട്ടും. ഞാനിവിടെ ചെയ്യുന്നത് sin 45 നെ cos 45 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് x/x ഈക്വൽ ടു 1. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അടുത്ത ട്രയാങ്കിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. 30 ഡിഗ്രി ഓപ്പോസിറ്റ് x ആണ്. ഇതെന്താണ് √3x ആണ്. ഇതെന്താണ് 2x ആണ്. ക്ലിയർ ആണല്ലോ? അതായത് റേഷ്യോ എന്താണ് 1:√3:2. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 1, ഇത് √3, ഇത് 2. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ sin 30 എന്തായിരിക്കും? sin 30 അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം sin 30 എന്തായിരിക്കും? sin 30 ഡിഗ്രി ഈക്വൽ ടു opposite by adjacent, opposite by hypotenuse 1x/2x ഈക്വൽ ടു 1/2. ക്ലിയർ ആണോ? ഇനി അടുത്തത് cos 30 ഡിഗ്രി എന്തായിരിക്കും? cos 30 ഡിഗ്രി അഡ്ജസന്റ് √3x ഡിവൈഡഡ് ബൈ 2x എന്ത് കിട്ടി? √3/2 എന്ന് കിട്ടി. ഇനി അടുത്തത് cos tan 30 ഡിഗ്രി. tan ഒന്നുകിൽ sin x നെ cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എക്സും കട്ട് ചെയ്ത് ബാക്കി എന്താണ് 1/√3. ക്ലിയർ ആയല്ലോ? അപ്പൊ sin 30 കിട്ടി 1/2, cos 30 √3/2, tan 30 1/√3. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് sin 60 എന്താണെന്ന് നോക്കാം. sin 60 ഈ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3x ഡിവൈഡഡ് ബൈ 2x. ഈ എക്സും കട്ട് ചെയ്ത് √3/2 എന്ന് കിട്ടി. അപ്പോൾ sin 60 എന്താണ്? sin 60 ഡിഗ്രി ഈക്വൽ ടു √3/2. ഇനി cos 60 ഡിഗ്രി എന്തായിരിക്കും? cos 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് x ഡിവൈഡഡ് ബൈ 2x. എക്സും കട്ട് ചെയ്ത് ബാക്കി എന്താണുള്ളത് 1/2 എന്നാണുള്ളത്. അടുത്തത് tan 60 ഡിഗ്രി. tan 60 ഡിഗ്രി എന്താണ്? tan 60 ഡിഗ്രി ഈക്വൽ ടു അഡ്ജസന്റ് ഓപ്പോസിറ്റ് √3x ബൈ അഡ്ജസന്റ് എക്സും കട്ട് ചെയ്ത് ബാക്കി എന്താണുള്ളത്? ബാക്കി √3 എന്നാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇത് ഇങ്ങനെ ഒരു എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ? എന്തെല്ലോ രീതിയിലൊക്കെയാണ് എഴുതിയത്. പെട്ടെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാനിതൊരു പട്ടികയായിട്ട് ചാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ വരച്ചു തരാം. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ +1 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് ഈ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ബേസ് മാത്രം, എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം. സൈൻ കോസ് ടാൻ. സൈൻ കോസ് ടാൻ. സൈൻ 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി എന്ന് എഴുതി. സൈൻ 30 ഡിഗ്രി നിങ്ങൾക്ക് എത്രയാ സൈൻ 30 ഡിഗ്രി കിട്ടിയത്? സൈൻ 30 ഡിഗ്രി 1/2 ആണ്. സൈൻ 45 ഡിഗ്രി എത്രയാണ് കിട്ടിയത്? 1/√2 ആണ്. സൈൻ 60 ഡിഗ്രി എന്താണ്? √3/2. ഇത് മാത്രം അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ഈ കോളംസ് ഒക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത cos 30 തന്നെ ഇതെടുത്ത് ഇവിടെ എഴുതിയാൽ മതി. √3/2 ആണ്. cos 45 ഡിഗ്രി 1/√2 ഇത് തന്നെ എടുത്ത് ഈ റിവേഴ്സിൽ ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി അടുത്തത് cos 60 ഡിഗ്രി എന്താണ്? 1/2 ആണ്. അപ്പൊ ഞാൻ 2 വാല്യൂ കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. sin 0 ആണ്, sin 91 ആണ്. എന്താണ്? ഒന്നും കൂടി കേട്ടോളൂ. sin 0 ആണ്, sin 91 ആണ്.
അടുത്തത് കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. ഇനി അടുത്തത് എന്താ? തൽക്കാലം നമ്മൾ 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി പഠിച്ചാൽ മതി. അടുത്ത ടാൻ കിട്ടണമെങ്കിൽ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സൈനിനെ കോസ് കൊണ്ട് 1/2 √3/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/√3 എന്നാണ് കിട്ടുക. 1/√2 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുക. ഇനി അടുത്തത് tan 60 √3/2/1/2 എന്താണ്? √3 എന്നാണ് കിട്ടുക. ഇതാണ് ഞാൻ മുന്നേ എഴുതിയ കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സൈൻ 60 ഡിഗ്രി എന്നാണ്. അപ്പം നിങ്ങൾ എന്താ ആൻസർ? ഇവിടെ ചാർട്ട് നോക്കൂ, ഇവിടെ എഴുതി നോക്കൂ. സൈൻ 60 ഡിഗ്രി എന്താണ്? √3/2. കോസ് 45 ഡിഗ്രി എന്താണ്? 1/√2. tan 60 ഡിഗ്രി എന്താണ്? √3. ഈ വാല്യൂസ് നിങ്ങൾക്ക് എക്സാമിനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ വാല്യൂസ് തരില്ല. ഈ വാല്യൂസ് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് BC 6 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ AB 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 50 ഡിഗ്രി എന്ന് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് ഒരു ലംബം വരയ്ക്കണം, പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ പരപ്പളവ് എങ്ങനെയാണ്? ഏരിയ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? ഏരിയ ഈക്വൽ ടു ഹാഫ് BH ആണ്. B ഇൻറ്റു H ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടെ B എന്താണ്? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് BC ആണ്. ഇൻറ്റു H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H എന്ന് പറഞ്ഞാൽ AD ആണ്. അപ്പൊ നമുക്ക് BC അറിയാം, 6 ഹാഫ് അറിയാം. ഓക്കെ, AD അറിയില്ല. അപ്പൊ നമുക്ക് AD എങ്ങനെ കിട്ടും? ഓക്കെ, AD കിട്ടുക. ഞാനിവിടെ ഈ 50യുടെ എതിർവശമാണ് AD. അതേപോലെ ഇത് കർണമാണ്, ഇത് മട്ടത്രികോണമാണല്ലോ. അങ്ങനെയാണെങ്കിൽ എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ അല്ലേ. അപ്പൊ സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു എതിർവശം AD ഡിവൈഡഡ് ബൈ AB എന്ന് എഴുതാം. അങ്ങനെയാണ് AD എന്താണ്? AD ഈക്വൽ ടു AB ഇൻറ്റു സൈൻ 50 എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. AB നമുക്കറിയാം, AB എത്രയാണ്? AB 4 ഇൻറ്റു ഇനി സൈൻ 50 എന്തായിരിക്കും? സൈൻ 50 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സൈൻ 50 സൈൻ 4 സൈൻ 1 ഇതിൻ്റെ ഒക്കെ വാല്യൂസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ചിലപ്പോൾ ഇത് സൈനാണെന്ന് നിങ്ങൾക്ക് തരില്ല. ചിലപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് എടുത്തത്. അതായത് സൈൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ സൈൻ 50ൻ്റെ വാല്യൂ 0.7660 ആണ്. ഓക്കെ, ഇത് 4 ഇൻറ്റു 0.7664 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3.064 ഇത്രയും സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് AD കിട്ടി. AD എന്താണ്? 3.064 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു BC എന്താണ്? 6 ഇൻറ്റു AD എന്താണ്? AD നമുക്ക് കിട്ടി 3.064 എന്ന് കിട്ടി. ഇനി അടുത്തത് 6/2 എന്താണ്? 3 ഇൻറ്റു 3.6064 എന്ന് കിട്ടി. ഇത് നമുക്ക് ചെയ്ത് കിട്ടിയാൽ 9.19 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. 9.19 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് കിട്ടി. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കൺസെപ്റ്റ് എന്തായിരുന്നു? സൈൻ 50 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ സൈൻ 50ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്തായാലും അറിയില്ല. അതാണ് എനിക്കാണെങ്കിലും ബൈ ഹാർട്ട് ആയിരിക്കില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈൻ 50യുടെ വാല്യൂ അവിടെ ഉണ്ടാകും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ഇന്നെടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുത്തത്. സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക്, കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം നോട്ടിൽ എഴുതിയെടുക്കുക. നോട്ടിൽ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് വളരെ സിമ്പിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. താങ്ക്